കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതായ ആ പ്രത്യേകപരമായ പരാമർശം റോമാലേഖനത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതായ ഒരു ചിന്ത, കർത്താവ് യേശുക്രിസ്തു ഒരു പിതാവിന് ഉണ്ടായിരുന്ന 2 മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഇളയവൻ, അപ്പാ എനിക്ക് എൻ്റെ വസ്തുവിൽ എനിക്ക് വേണ്ട വീതം തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അപ്പനോട് തനിക്ക് കിട്ടേണ്ട സ്വത്തുക്കളെല്ലാം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോയി. ആ ഒരു ഉപമയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അപ്പൻ്റെ ഭവനം വിട്ടിറങ്ങിയതായ മകൻ. ആ സമയം തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പൻ്റെ സ്നേഹത്തിൽ നിന്നും അപ്പൻ്റെ ഭവനത്തിൽ നിന്നും അപ്പൻ നൽകുന്ന അനുഗ്രഹത്തിൽ നിന്നും ആ മകൻ ദൂരേക്ക് പോയി. ഇതുപോലെ തന്നെയാണ് നാമും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. നമ്മുടേതായിട്ടുള്ള ലോകസുഖങ്ങൾക്ക് വേണ്ടി, നമ്മുടേതായിട്ടുള്ള ആർഭാടങ്ങൾക്ക് വേണ്ടി, നമ്മുടേതായിട്ടുള്ള വിനോദങ്ങൾക്ക് വേണ്ടി അപ്പൻ്റെ ഭവനത്തെ നാം വിട്ടുപോകുന്ന അനുഭവം. വാസ്തവത്തിൽ ഇതുതന്നെയാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ദൈവഭവനത്തിൽ നിന്നും മനുഷ്യൻ തൻ്റെ ഇഷ്ടത്താൽ അവൻ പുറത്തുപോയി. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നോക്കിക്കേ, നമ്മളെന്താ ഇവിടെ മനസ്സിലാക്കുന്നത്? അപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും തൻ്റെ മക്കളോടുണ്ട്. ഇതേ കാര്യം തന്നെയാണ് കർത്താവ് യേശുക്രിസ്തു ഇവിടെ വരച്ചു കാണിക്കുന്നത്. ഈ ഭവനം വിട്ടുപോയ മകൻ ദൂരദേശത്തേക്ക് പോയി. അവൻ വല്ലാത്തൊരു ജീവിതം ജീവിച്ചു. അവൻ അപ്പൻ്റെ നിന്ന് വാങ്ങിച്ചതായ സ്വത്തുക്കളെല്ലാം തന്നെ ചെലവഴിച്ച് അവൻ നാനാവിധമാക്കി കളഞ്ഞു. അവസാനം പന്നിക്ക് കൊടുക്കുന്ന വാളവര പോലും, ധാന്യം പോലും ലഭിക്കാൻ കഴിയാതെ വളരെ പ്രതിസന്ധിയിലായവൻ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർക്കുവാനിടയായിത്തീർന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. അവിടെ ചെന്ന്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസന്മാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്നൊക്കെ പറയുമെന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ ആ ദൂരദേശത്തു നിന്നും തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് യാത്രയായിത്തീർന്നു. എങ്ങനെയാണ് അവൻ വരുന്നത്? വളരെ പാപഭാരത്താൽ, അപമാനഭാരത്താൽ, വളരെ ദുഃഖത്തോടുകൂടെ ക്ഷമയാചിച്ചുകൊണ്ട് ആ മകൻ വരികയാണ്. യേശു പറയുന്ന ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. ആ അപ്പൻ പ്രതീക്ഷയോടുകൂടെ മകന് വേണ്ടി കാത്തിരിക്കുന്നു. ദൂരവേന്ന് വരുന്ന മകനെ കണ്ടതായ ആ പിതാവ് ഓടിച്ചെന്ന് ആലിംഗനം ചെയ്ത് മകനെ സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, അവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടോ, അവൻ ആ ഭവനത്തിൽ തൻ്റെ പുത്രനായിരുന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് ഇപ്പോൾ നഷ്ടപ്പെട്ടവനായി മടങ്ങി വന്നപ്പോൾ നഷ്ടപ്പെട്ടത് മുഴുവനും ആ പിതാവ് ആ മകന് തിരികെ നൽകി ആ ഭവനത്തിലേക്ക് ആഘോഷപൂർവ്വം അവനെ സ്വീകരിച്ചു. ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചത്. നമുക്കായി ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി നൽകി തന്നു. നാം ഇനി ശിക്ഷ അനുഭവിക്കേണ്ട. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ പാപങ്ങൾക്കായി യേശു ക്രൂശിൽ മരിച്ചു. അതിനിമിത്തം എന്താണ് സംഭവിച്ചത്? തിരികെ ആ പുത്രത്വത്തിലേക്ക് അവൻ നമ്മളെ കൊണ്ടുവന്നു. അതാണ് റോമലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആ പുത്രത്വത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നപ്പോൾ നാം കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ച വഴി ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വന്നു. അതാണ് അതേ വേദഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 15-ാം വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. നോക്കിക്കേ, ഈ മുടിയനായ പുത്രൻ അവൻ ഭവനം വിട്ടു പോയപ്പോൾ അവനിൽ ഉണ്ടായിരുന്ന ഒരാത്മാവുണ്ട്. അത് ദാസ്യത്തിൻ്റെ ആത്മാവ്. പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ വരുന്നത് ദാസ്യത്തിൻ്റെ ആത്മാവ്. പിശാച് നമ്മെ ദാസവേല ചെയ്യിക്കും. പിശാച് നമ്മളിൽ ഭയം കൊണ്ടുവരും. മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഭയം കയറിപ്പിടിച്ച് വളരെ അസ്വസ്ഥതയിലും ശൂന്യതയിലും നമ്മൾ ജീവിക്കേണ്ടി വന്നു. എന്നാൽ എപ്പോൾ നമ്മൾ ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നോ, ആ നിമിഷം മുതൽ നമ്മളിൽ പകരുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ഈ പുത്രത്വത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിയും ഭയപ്പെടുന്നവനല്ല, മറിച്ച് അബ്ബാ പിതാവേ എന്ന ധൈര്യത്തോടെ പിതാവായി ദൈവത്തെ വിളിക്കുന്നവരായി ദൈവം നമ്മെ മാറ്റുക. ഇന്ന് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ ആ വലിയ ഭാഗ്യപദവിയാണ്. അതായത് പുത്രത്വം നഷ്ടപ്പെട്ടു പോയ, ഭവനത്തിൽ നിന്നും ദൂരേക്ക് പോയവരായ
നമ്മുടെ തന്നെ തെറ്റിനാൽ നമ്മൾ ദൂരേക്ക് അകന്നു പോയപ്പോൾ പിതാവിൻ്റെ സ്നേഹം നമ്മെ മാടി വിളിച്ചു. എവിടേക്ക്? വീണ്ടും ഭവനത്തിലേക്ക്. ഈ ഭവനത്തിൽ വന്ന് സന്തോഷം അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ ഭവനത്തിലാണ്. ഈ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് വരാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ ദിവസം ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് വരുന്നതായ ഒരു ദിവസമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് തന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനായി സ്തോത്രം. ഭയത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിൽ നിന്ന് മാറ്റിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. മറിച്ച് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം പുത്രത്വത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ അവരുടെ ജീവിതത്തിൽ ആ സന്തോഷമുണ്ടായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. God bless you all.